അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ഒരു മൃതദേഹം കൂടി തിരിച്ചറിഞ്ഞു. 32 പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇതോടെ ബന്ധുക്കൾക്ക് കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം 14ആയി. അർജുൻ പീതാംബരനുണ്ട്. അർജുൻ, DNA പരിശോധനാ ഫലം പുറത്തു വന്ന് തുടങ്ങി. അതിന് പിന്നാലെ ഇപ്പോൾ ഒരു മൃതദേഹം കൂടി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇത് DNA പരിശോധനാ ഫലത്തിൽ നിന്നാണോ അതോ അല്ലാതെയാണോ? ഇപ്പോൾ DNA പരിശോധനാ ഫലം പോസിറ്റീവായിട്ടുള്ള മൃതശരീരങ്ങളുടെ കണക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ 32 സാമ്പിളുകൾ അത് മാച്ച് ചെയ്ത് നോക്കി ഇപ്പോൾ ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരം ആശുപത്രി അധികൃതർ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു. ഇതിൽ 14 മൃതദേഹങ്ങൾ ഇപ്പോൾ വിട്ടു നൽകാൻ സാധിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം തന്നെ ബന്ധുക്കൾ എത്തിക്കഴിഞ്ഞാൽ ഉടൻ വിട്ടു നൽകും. അതായത് ഇത് ഈ തിരിച്ചറിയുന്ന മൃതദേഹങ്ങൾ വേഗത്തിൽ തന്നെ വിട്ടു നൽകാനുള്ള നടപടികളിലേക്ക് കൂടിയാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ മണിക്കൂറുകൾ എടുക്കുന്നു ഈ DNA പരിശോധനാ ഫലം പുറത്തു വരാൻ എന്നുള്ളത് ചെറിയൊരു നടപടികളെ വൈകിക്കുന്ന ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. കാരണം അത്രത്തോളം തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ കത്തിക്കരിഞ്ഞു പോയിട്ടുള്ള മൃതശരീരങ്ങളാണ്. അതും പല അവശിഷ്ടങ്ങളായി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം ഒത്തുവെച്ച് നോക്കി അതിനുശേഷം ഇതിൻ്റെ DNA സാമ്പിളുകൾ എടുത്ത് എല്ലാ സാമ്പിളുകളുമായി പരിശോധിക്കാനുള്ളൊരു കാലതാമസമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ ഈ ഡോക്ടർമാരും അതുപോലെ ആശുപത്രി അധികൃതരും എല്ലാം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടെയും അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടിയായിരിക്കും ഇത് കുറച്ചുകൂടി വേഗത്തിൽ ഈ മൃതശരീരങ്ങൾ വിട്ടു നൽകുന്ന ഒരു നടപടിയിലേക്ക് കൂടി കടക്കുക. ഈ അപകടത്തിൽ മരിച്ച മലയാളി രഞ്ജിതയുടെ സഹോദരൻ രതീഷും ഇവിടെ തുടരുന്നുണ്ട്. പക്ഷേ ആ മൃതദേഹം ഒരുപക്ഷെ നാളെ വൈകിട്ടോടുകൂടി മാത്രമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്നുള്ള വിവരം കൂടി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം 72 മണിക്കൂർ കാത്തിരിക്കാനാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. 72 മണിക്കൂറിന് ശേഷം മാത്രമേ ബന്ധപ്പെടാൻ സാധിക്കുകയുള്ളൂ. ശരി, അർജുൻ പീതാംബരനാണ് പുതിയ വിവരങ്ങൾ നൽകിയത്.